അല്ല, സാധാരണ ഇപ്പം നമ്മളെ ഈ ക്ഷേത്രങ്ങൾക്കാണ് ഇതിലിപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ലാഭം മുഴുവൻ കൊയ്തത് ആരാ? രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ. ഈ തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ രാഷ്ട്രീയമായി കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. ഈ 5 മാസമായിട്ട് നമ്മളെ വിളിച്ച് മൊഴിയെടുക്കുകയും ആ മൊഴിയെടുത്തത് ഇതുവരെ ഇപ്പോൾ വിവരാവകാശപ്രകാരം അങ്ങനെ ഒരു മൊഴി എടുത്തിട്ടില്ല എന്ന് വരെ പറയുന്നു. ഇപ്പം ഇന്ന് ഒരു മാധ്യമപ്രവർത്തകനായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പെസോൻ്റെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തിയതെന്ന് പറയുന്നത്. തെറ്റായ ഓരോ ന്യൂസുകൾ പരത്തുകയാണ്. പെസോ പറഞ്ഞിരിക്കുന്നത് എന്താ? വെടിക്കെട്ട് പൊട്ടുന്നതിന് മുന്നേ, തീ കൊളുത്തുന്നതിന് മുന്നേ 100 മീറ്റർ മാറ്റി നിർത്തണം ആൾക്കാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ വെടിക്കെട്ടിൽ തീ കൊടുത്തുന്നത് ആ സമയത്ത് 100 മീറ്റർ മാറിയിരിക്കുന്നത്. അല്ലാണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പ് കാണാൻ വരുന്ന ആൾക്കാരെ 11:30-ക്കാണ് പൂരം എഴുന്നള്ളിക്കുന്നത്. 9:30-ക്ക് തന്നെ എല്ലാ വഴികളും അടച്ചു കെട്ടി കൂട്ടിക്കെട്ടി മൊബൈലും നോക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയല്ല നമുക്ക് ആവശ്യം. ജനങ്ങളെ, പൂരപ്രേമികളായിട്ടുള്ള ജനങ്ങളെ പൂരം ആസ്വദിക്കുന്നതിനും അവർ സന്തോഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പൂരാഘോഷം നടത്തുന്നത്. ഈ പൂരാഘോഷമല്ല ഇവിടെ നടന്നത്. ഇവിടെ ഒരു എന്താ പറയുക, അങ്കിത് അശോകൻ്റെ ഒരു വേഴ്ചയാണ് ഇവിടെ നടന്നത്. അത് ഏത് തരത്തിലാണ് അദ്ദേഹം അത് ചെയ്തതെന്നുള്ളത് 2 ദിവസം മുന്നെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് എന്താ? വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്കേ ഭാഗത്ത് നടക്കുന്ന എക്സിബിഷൻ 6 മണി 7 മണിയോട് കൂടിയിട്ട് അവിടേക്ക് ഒരാൾ പോലും വരരുത്. എക്സിബിഷൻ വന്ന് ലോക്ക് ചെയ്ത് പൂട്ടിപ്പോവാണ്. പിന്നെ 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറെടുത്ത് മന്ത്രി ബിന്ദു ടീച്ചറെടുത്ത് നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ ടീച്ചർ അതിൽ ഇടപെട്ടിട്ടാണ് വീണ്ടും തുറന്നു കൊടുത്തത്. ഇതെല്ലാം കൽപ്പിച്ച് കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അന്നാണ് എക്സിബിഷൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസങ്ങൾ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഓരോ ദിവസം മുന്നേയും ഓരോ കാര്യങ്ങൾ നമ്മളെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. തലേ ദിവസം ആനയുടെ പ്രശ്നങ്ങൾ വിളിച്ച് അമിക്കസ്തൂരി വന്നിട്ട് നമ്മളെ കളക്ടറേറ്റിൽ അന്ന് 5 മണിക്ക്, തലേ ദിവസം 5 മണിക്ക് ആനകളെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യണ സമയത്ത് അന്ന് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളെല്ലാം അമിക്കസ്തൂരി വന്നിട്ട് കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയാണ്. പുതിയ ഓർഡർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ഡോക്ടേഴ്സ് പറ്റില്ല, പുതിയൊരു ഹൈക്കോടതി നിശ്ചയിക്കുന്ന ഒരു വിഭാഗത്തിനെ കൊണ്ടുകൂടി ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് വരികയാണ്. തൃശ്ശൂരിലുള്ള വെറ്റിനറി ഡോക്ടർമാർ ഞങ്ങൾ ചെക്ക് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും വരുന്ന ഡോക്ടർമാർ ചെയ്താൽ പിന്നെ ഞങ്ങൾ ചെയ്ത ജോലിക്ക് അവിടെ വാല്യൂ ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആനേനെ ചെക്ക് ചെയ്യുന്നില്ല. ഇതിൽ നഷ്ടമാർക്കാ? ഞങ്ങൾക്ക് തന്നെ, ദേവസ്വത്തിന് തന്നെ. ഞങ്ങൾ ഓട്ടം തുടങ്ങി, ഇതാരൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആനയെ എഴുന്നള്ളിക്കണം, അല്ലെങ്കിൽ നാട്ടാന പരിപാലന പ്രകാരം നമ്മളെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്. ധാരാളം ആനകൾ കഴിഞ്ഞ വർഷം ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 ദേവസ്വങ്ങൾക്ക് കൂടിയിട്ട് 100-150 പരം ആനകൾ ആവശ്യമുള്ളതാണ്. ഘടപൂരങ്ങൾക്ക് കൊടുക്കണം, ആനകൾക്ക് റെസ്റ്റ് കൊടുക്കണം. ഇതിലെല്ലാം ആനകൾ വന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ഭംഗിയാക്കുന്നതിന് പകരം അതിന് തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നത് എല്ലാ സൈഡിൽ നിന്നും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന നിലയ്ക്ക് പൂരത്തിന് പ്രതിസന്ധിയായി സംഭവ വികാസങ്ങൾ ഉയർന്നു വരുന്നതിനെ സംശയദൃഷ്ടിയോടുകൂടിയാണ് അവരെല്ലാവരും നോക്കിക്കാണുന്നത്.